മണിക്കുട്ടികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിലേഷൻസ് പഠിച്ചായിരുന്നു. റിലേഷൻസ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചാണ്. അതിൻ്റെ ബാക്കി ടൈപ്സ് ഓഫ് റിലേഷൻസ്, അത് 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് പ്രോപ്പർട്ടീസ്, 3 പ്രോപ്പർട്ടീസ്: റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി, സിമെട്രിക് പ്രോപ്പർട്ടി ആൻഡ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. അങ്ങനെ 3 പ്രോപ്പർട്ടീസ് നമ്മളത് പഠിച്ചു. അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. അപ്പം റിലേഷൻ ഫസ്റ്റ് ഇയർ പഠിച്ചു. അതിൻ്റെ പ്രോപ്പർട്ടീസ് ടൈപ്സ് സെക്കൻഡ് ഇയർ പഠിച്ചു. ഇനി നമ്മൾ ഇനി അടുത്തത് ആ ചാപ്റ്ററിന് അടുത്തതുള്ള ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് അതിൻ്റെ ഡെഫിനിഷനൊക്കെ ഫസ്റ്റ് ഇയറിലാണ് പഠിച്ചത്. അതിൻ്റെ ബാക്കി ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് നമ്മൾ സെക്കൻഡ് ഇയർ പഠിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഫങ്ഷൻ എന്താണെന്ന് ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം. ഫങ്ഷൻ ഓർക്കുന്നുണ്ടോ? ഫങ്ഷൻ പറയുന്നതിലും നമുക്ക് 2 നോൺ എംപ്റ്റി സെറ്റ് വേണം, എയും ബിയും. റിലേഷൻ തന്നെയാണ് ഫങ്ഷൻ. 2 നോൺ എംപ്റ്റി സെറ്റ് എയും ബിയും വേണം. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ ഫങ്ഷൻ ആകണമെങ്കിൽ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് a function, a relation from a to b becomes a function. അങ്ങനെ ആവണമെങ്കിൽ every element in a has a unique image in b. എയിലെ ഏതൊരു എലമെന്റ് എടുത്താലും, എയിലെ ഏതൊരു എലമെന്റ് എക്സ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഒരു ഇമേജ് മാത്രമേ ബിയിൽ കാണാവുള്ളൂ. അതായത് എക്സ് തുടങ്ങുന്ന ഒരു പെയർ, എക്സ് വൈ, ഇങ്ങനെ ഒരു പെയർ, ഒറ്റ ഒരു പെയറേ കാണാവുള്ളൂ. എക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒറ്റ പെയറേ കാണാവുള്ളൂ. അതായത് ഏതിലെ ഏതൊരു എലമെന്റ് എടുത്താലും അതിന് ഇങ്ങനെ ഒരു പെയർ ഉണ്ടാവണം, ഒരേ ഒരു പെയർ മാത്രം. അതായത് ഫോർ എവരി എലമെന്റ് ഇൻ എ ഹാസ് എ യൂണീക്ക് ഇമേജ് ഇൻ ബി. ഒറ്റ ഇമേജ് മാത്രമേ കാണുള്ളൂ. ഒരു ഇമേജ് ഉറപ്പായിട്ട് വേണം, ഒന്നിൽ കൂടുതൽ വരരുത്. കൃത്യമായിട്ട് ഒരു ഇമേജ് മാത്രം വന്നാൽ ആ റിലേഷൻ ഫങ്ഷനായിട്ട് മാറും. അങ്ങനെയുള്ള റിലേഷൻസ് ആണ് ഫങ്ഷൻസ്. അപ്പം ഈച്ച് എലമെന്റ് ഇൻ എ, അല്ലെങ്കിൽ എവരി എലമെന്റ് ഇൻ എ ഹാസ് എ യൂണീക്ക് ഇമേജ് ഇൻ ബി. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ്റെ ഡൊമൈൻ അപ്പോൾ എപ്പോഴും ഏതന്നെയായിരിക്കും? ഡൊമൈൻ. ഫംഗ്ഷൻ്റെ ഡൊമൈൻ ഓഫ് എഫ്. നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നതാണ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. ഈ സിമ്പിൾ കണ്ടാൽ ഓർത്തോണം. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി. സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് എങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എപ്പോഴും എ ആയിരിക്കും. എയിലെ എല്ലാ എലമെന്റ്സും വരുന്നുണ്ടല്ലോ. കാരണം എയിലെ ഏത് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഒരു ഇമേജ് മാത്രം, ഒരേ ഒരു പെയർ മാത്രം വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഡൊമൈൻ എപ്പോഴും എ തന്നെ വരും. റേഞ്ച് എന്ന് പറയുമ്പോൾ ബിയുടെ സബ്സെറ്റ് ആവുള്ളൂ. റേഞ്ച് സബ്സെറ്റ് ഓഫ് ബി, ബിയുടെ സബ്സെറ്റ്. ബി ഫുള്ള് വരണം നിർബന്ധമൊന്നുമില്ല, ബിയുടെ ഒരു സബ്സെറ്റ്. പക്ഷെ കോഡൊമൈൻ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ, റിലേഷനിൽ പറഞ്ഞ പോലെ തന്നെ, കോഡൊമൈൻ ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ സെറ്റ് ബി. അപ്പം ഫംഗ്ഷൻ ആണെങ്കിൽ ഡൊമൈൻ എയും വരും, കോഡൊമൈൻ ബിയും വരും, റേഞ്ച് ബിയുടെ സബ്സെറ്റ് വരും. ഇനി ഒരു പെയർ എക്സ് വൈ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പെയർ നമ്മുടെ ഫംഗ്ഷൻ്റെ അകത്തുണ്ടെങ്കിൽ നമുക്ക് പറയാം, വി ക്യാൻ സേ ദാറ്റ് വൈ ഈസ് ദ ഇമേജ് ഓഫ് എക്സ്. ഇമേജ് ഓഫ് എക്സ് അണ്ടർ ദ ഫംഗ്ഷൻ എഫ്. അണ്ടർ ദ ഫംഗ്ഷൻ എഫ്, അതായത് വൈയെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്ന ഒരു പെയർ നമ്മുടെ ഫംഗ്ഷനകത്തുണ്ടെങ്കിൽ ദിസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ഇമേജ് ഓഫ് എക്സ്. അതുപോലെ തിരിച്ചും പറയാം, എക്സ് ഈസ് ദ പ്രീ ഇമേജ് ഓഫ് വൈ. പ്രീ ഇമേജ് ഓഫ് വൈ. എക്സ് എന്ന് പറഞ്ഞാൽ വൈയുടെ മുമ്പിലത്തെ പ്രീ ഇമേജ്. വൈ എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഇമേജ്. എക്സിന്റെ ഇമേജ് ആണ് വൈ, വൈയുടെ പ്രീ ഇമേജ് ആണ് എക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫംഗ്ഷനെ സംബന്ധിച്ച് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത്. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ കാണിച്ചേക്കാം. നമ്മൾ അതായത് ഫംഗ്ഷൻ ആണോ അല്ലയോ, എങ്ങനെയാണ് ഫംഗ്ഷൻ വരുന്നത്, അതൊക്കെ ഒന്നുകൂടി പറയാം. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3, ബി എന്ന് പറയുന്ന സെറ്റ് 5 6 7 8. ഇവിടെ നമുക്ക് കുറേ റിലേഷൻ എഴുതാം. R1 ഒരു റിലേഷൻ, R1 1 6 2 8 3 7 3 6. R1. R2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 1 5 3 8. R3 എന്ന് പറഞ്ഞാൽ വേറൊരു റിലേഷൻ 1 6 2 6 3 6. ഇങ്ങനെ 3 റിലേഷൻ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഫംഗ്ഷൻ എന്ന് നോക്കാം. R1 നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എയിലെ ഏതൊരു എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഒരു ഇമേജ് മാത്രം. അപ്പം എയിലെ എലമെന്റ് 1ന് ഒരേ ഒരു ഇമേജ് ഉള്ളോ നമുക്ക് നോക്കാം. R1 നോക്കാം ആദ്യം. R1ൽ 1ന് 6 മാത്രമേ ഇവിടെ ഇമേജ് ഉള്ളൂ. 1ന്റെ ഇമേജ് 6 ആണ്, വേറെ വരുന്നില്ല. ഇനി 2 നോക്കുക. 2ന്റെ ഇമേജ് ഇവിടെ 8 ഉണ്ട്, വേറെ ഇല്ല. 3 നോക്കുക. 3യുടെ ഇമേജ് ഇവിടെ 7 ഉണ്ട് 6 ഉണ്ട്. 3ക്ക് കണ്ടു 2 ഇമേജ് വന്നു. 2 ഇമേജ് വന്നാൽ അത് ഫംഗ്ഷൻ ആവത്തില്ല, ഒരേ ഒരു ഇമേജ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ, ഇത് ഫംഗ്ഷൻ അല്ല. ഇനി അടുത്ത് നോക്കാം. എയിലെ 1ന് ഒറ്റ ഇമേജ് 5. എയിലെ 2ന് നോക്കി ഇവിടെ ഇമേജ് ഇല്ല. ഇമേജ് വരാതിരിക്കുന്നത് ഒരു ഇമേജ് ഉറപ്പായിട്ട് വേണം. അപ്പോൾ ഇതും ഫംഗ്ഷൻ അല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ 3ക്ക് 2 ഇമേജ് ഉള്ളതുകൊണ്ട് ഫംഗ്ഷൻ ആയില്ല.
ഇവിടെ 2 ഇമേജ് ഇല്ലാത്തത് കൊണ്ട് ഫംഗ്ഷൻ ആയില്ല. ഇനി ഇവിടെ നോക്കാം. 1 ഒരേ ഒരു ഇമേജ് 6, 2 ഒരേ ഒരു ഇമേജ് 6, 3 ഒരേ ഒരു ഇമേജ് 6, എല്ലാത്തിനും ഓരോ ഇമേജ്. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. ഈ രണ്ടാമത്തെ 6 റിപ്പീറ്റ് ചെയ്ത് വരാം കേട്ടോ, അത് പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതിപ്പോൾ ഫംഗ്ഷനാണ്, ഇത് ഫംഗ്ഷനാണ്. അപ്പം ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായിട്ട് നിങ്ങൾ പഠിച്ചതാണ്. ഈ ഒരു ഗ്രാഫ് തന്നാൽ അത് ഫംഗ്ഷനാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഒരു ഗ്രാഫ് തന്നാൽ അത് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഒരു നമ്മൾ പരാബോള പഠിച്ചാണ്. ഇതിപ്പം എക്സ് ആക്സിന്റെ സിമെട്രിക് അല്ലേ, y² = 4x എന്ന് പറയുന്ന പരാബോളയാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഡൊമൈൻ എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് അങ്ങ് ഇൻഫിനിറ്റി വരെ പോകുന്നതാണ് ഡൊമൈൻ. ഇതാണ് ഡൊമൈൻ, എക്സിന്റെ വാല്യൂ ഡൊമൈൻ. ഇവിടെ നിങ്ങൾ ഇത് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ. ഇവിടെ എക്സിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുന്നത്, ഈ പർട്ടിക്കുലർ പോയിന്റ് എടുത്താൽ ഒരു ഇമേജ് ആണോ എന്നറിയാം. ഇമേജ് ആണോ എന്നറിയാനായിട്ട് ഈ പോയിന്റിൽ കൂടി ഒരു ലൈൻ പാരലൽ, y-ആക്സിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുക. ഈ ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു വാല്യൂ കിട്ടുന്നുണ്ട്, ഒരു ഇമേജ് കിട്ടുന്നുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ഇമേജ് കിട്ടുന്നുണ്ട്. രണ്ടിടത്ത് കട്ട് ചെയ്താൽ മീനിങ് ഈ ഒരു സിംഗിൾ പോയിന്റ്, ഈ ഒരു എക്സിന് 2 ഇമേജ് ഉണ്ടെന്നാണ്. അതായത് നിങ്ങൾ ലൈൻസ് വരയ്ക്കുമ്പോൾ ഗ്രാഫിനെ ഒരിടത്ത് മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. ഇവിടെ നിങ്ങൾ ലൈൻസ് വരച്ചാൽ ഇതുണ്ടാവും, രണ്ടിടത്ത് കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഫംഗ്ഷൻ ആകത്തില്ല. അതേസമയം ഈ പാർട്ട് ഇല്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ നിങ്ങൾ വരച്ച് നോക്കിയാൽ ഒരിടത്ത് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്, ഇത് ഫംഗ്ഷനാണ്. അപ്പോൾ രണ്ടിടത്ത് കട്ട് ചെയ്യുന്നുണ്ടേ ഫംഗ്ഷൻ ആകത്തില്ല. ഇനി നമ്മൾ എക്സ്² ഇതുണ്ടോ, ഈ പരാബോള വരച്ചാൽ ഇത് നിങ്ങൾ നോക്കുക, y-ആക്സിന് പാരലായിട്ട് ലൈൻസ് വരച്ച് നോക്കി. y-ആക്സിന് പാരലായിട്ട് ലൈൻസ് വരച്ചാൽ ഇതുണ്ടോ, കർവിനെ ആ ലൈൻ ഒരിടത്ത് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഓരോ ലൈനും ഒരിടത്ത് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഒരിടത്ത് മാത്രം കട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് ഫംഗ്ഷനാണ്. കട്ട് ചെയ്യണം, പക്ഷെ ഒരിടത്ത് മാത്രമേ കട്ട് ചെയ്യുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഫംഗ്ഷനാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിലെ കാര്യമാണ്. നമുക്കിവിടെ പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസാണ്. അപ്പം അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്. നമ്മൾ റിലേഷൻസിന് 3 പ്രോപ്പർട്ടീസ് ആണെന്ന് പറഞ്ഞു, റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഇവിടെ നമുക്ക് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് 2 ഉള്ളൂ, 2 ടൈപ്പ് ഫംഗ്ഷൻസേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻസ് മുഴുവൻ ഈ 2 ഒന്നും അർത്ഥമില്ല. ചില ഫംഗ്ഷന് ഈ പ്രത്യേകതകൾ വരാം, പ്രോപ്പർട്ടീസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യത്തേത് 1 1 1 2 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 1 എന്ന് എഴുതാം. പല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. അല്ലെങ്കിൽ 1 1 ഇങ്ങനെ എഴുതാം, 1 2 1 എന്ന് എഴുതാം, 1 1 ഹൈഫൻ ഇട്ട് എഴുതാം, ഇങ്ങനെ സിമ്പിൾ ഉപയോഗിച്ച് എഴുതാം. ഇതൊന്നും അല്ലാതെ ഇൻജക്റ്റീവ് എന്ന് എഴുതാം. ഇൻജക്റ്റീവ് 1 to 1 ഫംഗ്ഷൻ, അല്ലെങ്കിൽ 1 1 ഫംഗ്ഷൻ, അല്ലെങ്കിൽ ആ സിമ്പിൾ ഇട്ടിട്ട് 1 1 ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫംഗ്ഷന്റെ പ്രത്യേകതകളെല്ലാം എല്ലാം ഉണ്ട് കേട്ടോ. എയിലെ ഏത് എലമെന്റ് എടുത്താലും ഒരു ഇമേജ് ഉണ്ട്, ഒരു കൃത്യമായിട്ടൊരു ഇമേജ് ഉണ്ട്. ആ പ്രോപ്പർട്ടി അവിടെ നിൽക്കുവാണ്. അത് വെച്ചുകൊണ്ടാണ് ഇനി നമ്മൾ പ്രോപ്പർട്ടീസ് പറയുന്നത്. ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ഈസ് 1 1. 1 1 ഫംഗ്ഷൻ ആകണമെങ്കിൽ 1 1 1 2 1 1 2 1 ഒരു ഫംഗ്ഷൻ 1 1 ഫംഗ്ഷൻ ആവണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. എയിലെ ഡിഫറെന്റ് എലമെന്റ്സ് എടുത്താൽ, ഡിഫറെന്റ് എലമെന്റ്സ് ഇൻ എ ഹാസ് ഡിഫറെന്റ് ഇമേജസ്, ഹാവ് ഡിഫറെന്റ് ഇമേജസ് ഇൻ ബി. എയിലെ ഡിഫറെന്റ് എലമെന്റ്സ് എടുത്താൽ, എയിലെ 2 എലമെന്റ്സ് x1 x2 ഇത് ഡിഫറെന്റ് വെച്ചാൽ നോട്ട് ഈക്വൽ. അങ്ങനെ 2 എലമെന്റ്സ് എടുത്താൽ അതിന്റെ ഇമേജസും ഡിഫറെന്റ് ആയിരിക്കണം. ഇങ്ങനെ എടുത്താൽ ദിസ് ഇംപ്ലൈസ് ഈ എക്സിന്റെ ഇമേജ് എഫ് ഓഫ് എക്സ് അല്ലേ, നമ്മൾ എക്സിന്റെ ഇമേജിനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നാണ് എടുക്കുന്നത്. എക്സിന്റെ ഇമേജ് എഫ് ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ x1ന്റെ ഇമേജ് എഫ് ഓഫ് x1, x2ന്റെ ഇമേജ് എഫ് ഓഫ് x2. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള 2 എലമെന്റ്സ് എടുത്താൽ ഇമേജസും ഡിഫറെന്റ് ആയിരിക്കണം. അതാ പറയുന്നത് ഡിഫറെന്റ് എലമെന്റ്സ് ഇൻ എ ഹാവ് ഡിഫറെന്റ് ഇമേജസ് ഇൻ ബി. ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജസ് വരണം. ഇതാണ് 1 1ന്റെ ഡെഫിനിഷൻ. അതായത് നമ്മൾ ആരോ ഡയഗ്രാം വരച്ചാൽ ഇതുണ്ടോ, ആരോ ഡയഗ്രാം വരച്ചാൽ ഇതിപ്പം 3 എലമെന്റ്സ്, ഇതിപ്പോൾ ഇവിടെ എത്ര വേണേലും വരാം, 4 5 എത്ര വേണേലും വരാം. ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജസ്. അടുത്തത് ഇങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പറഞ്ഞാൽ ഡിഫറെന്റ് എലമെന്റ്സിന് സെയിം ഇമേജ് വരരുത്. ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജസ് വരണം കേട്ടോ. ഇതിപ്പോൾ നോക്കുക, ഡിഫറെന്റ് എല്ലാം ഇവിടെ ഡിഫറെന്റ് ആയിട്ടാ, ഇവിടെ 2 എണ്ണം വരരുത്. ഇവിടുത്തെ നോക്കേണ്ട ഫംഗ്ഷന്റെ പ്രത്യേകത, ഫസ്റ്റ് സെറ്റ് നമ്മൾ നോക്കേണ്ടത് ഫംഗ്ഷന്റെ പ്രത്യേകത. സെക്കൻഡ് സെറ്റ് നോക്കിയാൽ മതി, ഇവിടെ ഡിഫറെന്റ് ആയിരിക്കണം. ഡിഫറെന്റ് ആയിട്ട് വരുവാണെങ്കിൽ അത് 1 1 ഫംഗ്ഷനാണ്. അപ്പം ഡിഫറെന്റ് എലമെന്റ്സ് x1 not equal to x2 implies
ഇമേജസ് എഫ് ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ഇതാണ് 1 ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിൽ റീസണിങ്ങിൻ്റെ അകത്ത് പഠിച്ചതല്ലേ, ഇതിപ്പം ഇഫ് ദെൻ ഇംപ്ലൈസ് ഇഫ് ദെൻ ഇഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു ദെൻ എഫ് ഓഫ് എക്സ് വൺ ഇങ്ങനെ പറയാം. ഇഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു ഇംപ്ലൈസ് മാറ്റിയിട്ട് ഇങ്ങനെ വേണേൽ പറയാം ഇഫ് ദെൻ. ഇതിന് ഈ ഇഫ് ദെന്നിന് 5 ഡിഫറെന്റ് ഫോംസ് ഉണ്ടെന്ന് ഫസ്റ്റ് ഇയർ പഠിച്ചതല്ലേ. അപ്പൊ അതിൻ്റെ അകത്ത് ഇംപ്ലൈസ് എഴുതാം, പല രീതിയിൽ നമ്മൾ എഴുതുന്നുണ്ട്. അപ്പൊ ഇഫ് ദെന്നിന് വേറൊരു കോൺട്രാ പോസിറ്റീവ് മെത്തേഡ്, അത് കറക്റ്റ് ആണ് നമ്മളവിടെ പറയുന്നത് ഇഫ് ദെൻ. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു ഇംപ്ലൈസ് എന്നല്ലേ, അതിന്റെ കോൺട്രാ പോസിറ്റീവ്, അതായത് പി ഇത് ക്യൂ, പി ഇംപ്ലൈസ് ക്യൂ. അതിന്റെ കോൺട്രാ പോസിറ്റീവ് ഓർക്കുന്നുണ്ടോ? നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി കോൺട്രാ പോസിറ്റീവ്. അത് പ്രൂവ് ചെയ്താലും മതി. അപ്പോൾ ഒരു കാര്യം ശരിയാണെന്ന് തെളിയിക്കാൻ പല മെത്തേഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതിന് വരെ കോൺട്രാ പോസിറ്റീവ് മെത്തേഡ്. അപ്പം നെഗേഷൻ ക്യൂ, ഇതിന്റെ നെഗേഷൻ എടുക്കണം. എഫ് ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണ് ക്യൂ. അതിന്റെ നെഗേഷൻ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. സെയിം ഇമേജ് എടുത്താൽ ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ആ, പിയുടെ നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു ഉണ്ട്. അതിന്റെ നെഗേഷൻ എന്ന് പറയുമ്പോൾ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു. ഇതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചാൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്, അല്ലാതെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇമേജസ് സെയിം ആണെന്ന് എടുത്താൽ പ്രീ ഇമേജും സെയിം ആണെന്ന് കിട്ടിയാൽ മതി. നമ്മൾ ഡെഫിനിഷൻ ഇതാണ്, ഡിഫറെന്റ് എലമെന്റ്സ് ഇൻ എ ഹാവ് ഡിഫറെന്റ് ഇമേജസ് ഇൻ ബി. പക്ഷേ പ്രോബ്ലം ചെയ്യാനായിട്ട് ഇമേജസ് സെയിം ആണെന്ന് എടുക്കുന്നു, അപ്പോൾ പ്രീ ഇമേജ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് കിട്ടിയാൽ മതി. ഇതാണ് 1 ഫംഗ്ഷന്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ. ഇനി 1 അല്ലാത്ത ഫംഗ്ഷൻസ് ഒക്കെ മെനി വൺ ആണ്. 1 അല്ലാത്ത ഫംഗ്ഷൻ ഒക്കെ മെനി വൺ ആണ്. മെനി വൺ എന്ന് വെച്ചാൽ നമ്മളിപ്പം മുമ്പേ വരച്ചത് 1 ആയിരുന്നു. ഇത് ഡിഫറെന്റ് ആയിട്ട് പോകുന്ന 1. ഇനി ഇത് നോക്കാം, ഇതിന് ഇവിടെ നോക്കാം, 2 എണ്ണത്തിന് സെയിം ഇമേജ് വന്നു. മൂന്നാമത്തെ വേണമെങ്കിലും വരാം. ഇതുണ്ടോ, ഈ ഒരെണ്ണത്തിന് 2 പ്രീ ഇമേജ് വന്നു, 2 എണ്ണത്തിന് സെയിം ഇമേജ് വന്നു. ഇത് മെനി വൺ, മെനി ഐറ്റംസ് 1ലേക്ക് മെനി വൺ. ഇത് മെനി വൺ ഫംഗ്ഷൻ ആണ്. ഇത് മെനി വൺ ഫംഗ്ഷൻ. ഇത് പക്ഷേ 1 2 1 ആ, 1 2 1. ഇത് 1 1 ഫംഗ്ഷൻ. 1 1 ഫംഗ്ഷൻ ഡിഫറെന്റ് ആയിട്ട് പോകും. മെനി വൺ ഫംഗ്ഷൻ 2 2 കൂടുതലോ ഒരെണ്ണത്തിലേക്ക് പോകാം. 1 1 ഉം മെനി വണ്ണും. 1 1 അല്ലാത്ത ഫംഗ്ഷൻസ് എല്ലാം മെനി വൺ ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ഫംഗ്ഷൻ, ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 1 ഫംഗ്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓൺ ടു ഫംഗ്ഷൻസ്. അതും ഇമ്പോർട്ടൻ്റ്. ഓൺ ടു ഓർ സർജക്റ്റീവ്. ഇപ്പോൾ 1 1 ഫംഗ്ഷൻ ഇൻജക്റ്റീവ് എന്ന് പറയും. ഇൻജക്ഷൻ സർജറി എന്ന് പറഞ്ഞാൽ 1 1 ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷന് സർജക്റ്റീവ് ഫംഗ്ഷൻ. ഇൻജക്റ്റീവും സർജക്റ്റീവും. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി, ഇത് ഓൺ ടു ഫംഗ്ഷൻ ആവണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് സെറ്റായ ബിയിലെ ഏതൊരു എലമെന്റ് എടുത്താലും ഫോർ ഈച്ച് y belongs to b there exists at least one pre-image in A such that y equal to f of x. അതായത് സെക്കൻഡ് സെറ്റിലെ ഏതൊരു എലമെന്റ് എടുത്താലും അത് ഏതിൻ്റെയും ഒരു ഇമേജ് ആയിട്ട് വരണം. സെക്കൻഡ് സെറ്റിൽ വേക്കൻ്റ് ആയിട്ടൊന്നും കിടക്കാൻ പാടില്ല. സെക്കൻഡ് സെറ്റിലെ ഏത് എലമെന്റ് എടുത്താലും അത് ഏതിൻ്റെ ഒരെണ്ണത്തിൻ്റെയെങ്കിലും ഇമേജ് ആയിട്ട് വരണം. ഒരെണ്ണത്തിൻ്റെയെങ്കിലും ഇമേജ് ആയിട്ട് വരണം. ഒന്നിൽ കൂടുതൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. അതായത് സെക്കൻഡ് സെറ്റിൽ ഒന്നും വേക്കൻ്റ് ആയിട്ട് കിടക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ എടുത്താൽ ഇവിടെ എടുക്കുമ്പോൾ ഇതുണ്ടോ, ഇവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ റേഞ്ച് ഈക്വൽ ടു ബി ആയിരിക്കണം. റേഞ്ച് കാണുമ്പോൾ കൃത്യമായിട്ടും ബി തന്നെ കിട്ടണം. സെക്കൻഡ് സെറ്റിൽ ഏത് എലമെന്റ് എടുത്താലും അത് ഏതിൻ്റെയെങ്കിലും ഇമേജ് ആയിട്ട് വരണം. 1ൻ്റെയോ 2ൻ്റെയോ 3ൻ്റെയോ എത്ര എണ്ണത്തിൻ്റെ ഇമേജ് ആയാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ ഒരു എലമെന്റ് ചുമ്മാ കിടന്നാൽ അത് ഓൺ ടു അല്ല. ചുമ്മാതെ കിടന്നാൽ ഓൺ ടു അല്ല. ഇപ്പോൾ ഓൺ ടു ആണ്. ഇപ്പൊ ഇത് ഓൺ ടു ആവും. അപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ റേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ സെക്കൻഡ് സെറ്റായ ബി, കോഡോമൈൻ ആയ ബി തന്നെ കിട്ടണം. റേഞ്ചും ബിയും സെയിം ആണെങ്കിൽ അത് ഓൺ ടു ഫംഗ്ഷനാണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളിത് പ്രോബ്ലം ചെയ്യാനായിട്ട് പ്രോബ്ലത്തില് ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ലെറ്റ് y belongs to b. സെക്കൻഡ് സെറ്റിലെ ഏതോ ഒരു എലമെന്റ് y എടുക്കുന്നു. ആൻഡ് y ഒരു ഇമേജ് ആണെന്ന് നമ്മളങ്ങ് എടുക്കുവോ? ആണോ അല്ലയോ എന്ന് അറിയത്തില്ല. ആണെങ്കിലും അല്ലെങ്കിലും y ഒരു ഇമേജ് ആണെന്ന് അങ്ങ് എടുക്കുക. y belongs to b and y is an image അങ്ങ് എടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ x കണ്ടുപിടിക്കണം. ഇത് y equal to f of x എടുത്ത് സോൾവ് ചെയ്ത് x കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുന്ന x ഫസ്റ്റ് സെറ്റായ
if x belongs to a, ഫസ്റ്റ് സെറ്റായ എയിൽ ഉണ്ടെങ്കിൽ ഓൺടു, then this is an onto function. ഇതാ പ്രൊസീജിയർ. സെക്കൻഡ് സെറ്റിലെ ഒരു എലമെന്റ് y എടുക്കുന്നു, ആ y ഒരു ഇമേജ് ആണെന്ന് അസ്യൂം ചെയ്യുക, ആണോ എല്ലാ തരത്തിലാണെങ്കിലും അല്ലെങ്കിലും അസ്യൂം ചെയ്യുക, എന്നിട്ട് അതിന് x കണ്ടുപിടിക്കുന്നു. ആ x ഫസ്റ്റ് സെറ്റായ എയിൽ ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ ഓൺടു, ഇല്ലെങ്കിൽ ഓൺടു അല്ല. അത്രയാണ് പ്രൊസീജിയർ. അപ്പൊ 1 1 ഓൺടു മനസ്സിലായല്ലോ. 1 1 ആവണമെങ്കിൽ 1 1 എന്ന് പറയുമ്പോൾ സെക്കൻഡ് സെറ്റില് ഓരോന്നോരോന്നേ വരാവുള്ളൂ, വേക്കൻറ്റ് കിടന്നാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഓൺടു എന്ന് പറയുമ്പോഴത്തേക്കും, ഓൺടു എന്ന് പറയുമ്പോൾ സെക്കൻഡ് സെറ്റിൽ വേക്കൻ്റ് ആയിട്ടൊന്നും കിടക്കാൻ പാടില്ല. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഒന്നിൽ കൂടുതൽ വന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല. 1 1 ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ വരരുത്, വേക്കൻ്റ് കുഴപ്പമില്ല. ഓൺടു ആണെങ്കിൽ വേക്കൻ്റ് പാടില്ല, ഒന്നിൽ കൂടുതൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. 1 1 ഓൺടു. ഇനി ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരാം. 1 1 ഓൺടു കൂടെ ഒരുമിച്ച് ഒരു ഫംഗ്ഷൻ വന്നാൽ, ഈ എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺടു, അതായത് ബോത്ത് ഇൻജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ്. 1 1 ഇൻജക്റ്റീവ്, ഓൺടു സബ്ജക്റ്റീവ്, രണ്ടും കൂടി ഒരുമിച്ച് വന്നാൽ അതിനെ നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ബൈജക്റ്റീവ്, ഇൻജക്റ്റീവും സബ്ജക്റ്റീവും രണ്ടും കൂടി ഒരുമിച്ച്, രണ്ടെണ്ണം ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ബൈജക്റ്റീവ് ആണെങ്കിൽ ബോത്ത് 1 1 ആൻഡ് ഓൺടു രണ്ടും കൂടി ഒരുമിച്ച് വരണം. രണ്ടും കൂടി ഒരുമിച്ച് വരണമെങ്കിൽ നിങ്ങൾ നോക്കുക, ഇവിടെ 3 എണ്ണം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് 3 എണ്ണം ഡിഫറൻ്റ് ആയിട്ട് പോകണം, ഡിഫറൻ്റ് ആയിട്ട് 3 എണ്ണം വരണം. ഇത് 1 1 ഓൺടു ആവണമെങ്കിൽ ഇവിടെ വേക്കൻ്റ് ആയിട്ടൊന്നും കിടക്കാനും പാടില്ല, രണ്ടും കൂടി ഒരുമിച്ച് വരണം. 1 1 എന്ന് പറയുമ്പോൾ ഡിഫറൻ്റ് ആയിരിക്കണം. ഓൺടു എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ്ട്രാ കിടക്കരുത്, എക്സ്ട്രാ കിടന്നാൽ ഓൺടു ആകത്തില്ല. അപ്പം 1 1 ഓൺടു കൂടെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇവിടെ എത്ര എലമെന്റ് ഉണ്ടോ അതുപോലെ തന്നെ അത്ര എലമെന്റേ ബിയിൽ വരാവുള്ളൂ. എയിലെയും ബിയിലെയും എലമെന്റ്സിന്റെ എണ്ണം സെയിം ആയിരിക്കണം, എൻ ഓഫ് എയും എൻ ഓഫ് ബിയും സെയിം ആയിരിക്കണം. കൂടാതെ ഡൊമൈൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എ ആയിരിക്കും, റേഞ്ച് ബിയും ആയിരിക്കും. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വന്നാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി, ഡൊമൈൻ എ റേഞ്ച് ബി. ഇത്രയും വന്നാൽ ഫംഗ്ഷൻ 1 1 ഓൺടു ആയിരിക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ രണ്ടും 1 1 ഓൺടു കൂടെ ഒരുമിച്ച് വന്നാൽ അത് ബൈജക്റ്റീവ് ഫംഗ്ഷനെ നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വരും. അപ്പോൾ അതിൻ്റെ ഓരോ ഡയഗ്രാം വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇവിടുത്തെ എത്ര എലമെന്റ്സ് ഉണ്ടോ, എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്ര എലമെന്റ്സേ ബിയിൽ വരാവുള്ളൂ. കൂടാതെ ഡൊമൈൻ എ ആയിരിക്കും, റേഞ്ച് ബി ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഫംഗ്ഷൻസ് ആണുള്ളത്. 1 1 ഫംഗ്ഷനും 1 1 അല്ലാത്തതൊക്കെ മിനി 1 ആണ്. അല്ലാതെ വേറെ പ്രോപ്പർട്ടി ഓൺടു ഫംഗ്ഷൻ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നാൽ ആ ഫംഗ്ഷനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. നമുക്ക് 2 3 ഫംഗ്ഷൻസ് നോക്കാം, അത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ 1 1 ആണോ ഓൺടു ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് f from n to n given by f of x equal to x square. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഫ്രം n to n. എന്ന് പറഞ്ഞാൽ അറിയാലോ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് തന്നെയുള്ള ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ ഇക്വേഷൻ f of x equal to x square. ഇത് 1 1 ആണോ ഓൺടു ആണോ നോക്കാൻ പോവാം. ആദ്യം നമുക്ക് 1 1 ചെക്ക് ചെയ്യാം. 1 1 ചെക്ക് ചെയ്യാനായിട്ട് കോൺട്രാപോസിറ്റീവ് മെത്തേഡാണ് എപ്പോഴും നമ്മൾ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്നത്. f of x1 ഈക്വൽ ടു f of x2 എന്ന് എടുക്കുന്നു. ചെയ്തു വരുമ്പോൾ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടണം. നമുക്ക് നോക്കാം. f of x1 ഈക്വൽ ടു f of x2 ഇംപ്ലൈസ് f of x എന്ന് x സ്ക്വയർ അല്ലേ. f of x1 എന്ന് പറഞ്ഞാൽ x1 സ്ക്വയർ ഈക്വൽ ടു f of x2 എന്ന് പറഞ്ഞാൽ x ന് വരെ x2 കൊടുത്താൽ മതി, x2 സ്ക്വയർ. f of x1 ഈക്വൽ ടു f of x2 എന്ന് എടുക്കുമ്പോൾ നമുക്ക് x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമുക്ക് നോക്കാം ദാറ്റ് ഇംപ്ലൈസ്, ദാറ്റ് ഈസ് നമുക്ക് രണ്ടിടത്തും റൂട്ട് എടുക്കാം. റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് x1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് x2 സ്ക്വയർ എന്ന് എടുക്കാം. x1 സ്ക്വയറിന്റെ റൂട്ട് എന്താ x1, അത് പ്ലസും വരാം മൈനസും വരാം. അത് ശ്രദ്ധിച്ചോളാം. റൂട്ട് എടുക്കുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും 4ന്റെ റൂട്ട് +2 ഉണ്ട് -2 ഉണ്ട്. ഇവിടെ പക്ഷെ ശ്രദ്ധിക്കുക, നമ്മുടെ x1 x2 എവിടത്തേതായിരിക്കും, x1 x2 നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പം നിങ്ങൾ റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് നാച്ചുറൽ നമ്പേഴ്സ് മാത്രം എടുത്താൽ മതി, അല്ലാത്ത നമ്പേഴ്സ് നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ സെറ്റിലെ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളത് മാത്രം നോക്കിയാൽ മതി. നാച്ചുറൽ നമ്പേഴ്സ് ആണോ 1 തൊട്ടാ 1 2 3 എക്സെട്ര, അവിടെ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ റൂട്ട് എടുക്കുമ്പോൾ പോസിറ്റീവ് മാത്രം എടുത്താൽ മതി. അതേസമയം ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് ഇസഡ് ആയിരുന്നെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും കൺസിഡർ ചെയ്യണം. ഇസഡ് ഇൻഡിജേഴ്സ് ഇല്ലേ, നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 1 തൊട്ടേ ഉള്ളൂ, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ റൂട്ട് എടുക്കുമ്പോഴും പോസിറ്റീവ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പം നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് എഴുതാം, ഒന്നും പേടിക്കണ്ട. therefore ഫംഗ്ഷൻ f is 1 1 ആണെന്ന് കിട്ടി. f of x1 equal to f of x2 implies x1 equal to x2 എന്ന് കിട്ടി. ഇത് കിട്ടിയാൽ 1 1 ആണ്.
അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സെറ്റ് നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം വരുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും സെറ്റ് ആയിരുന്നെങ്കിൽ നെഗറ്റീവ് കൂടെ ഉള്ള സെറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ലായിരുന്നു. അത് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കാണിക്കാം, അപ്പം മനസ്സിലാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? 1 1 ക്ലിയർ ആയല്ലോ. ഇനി ഓൺ ടു ആണോ ചെക്ക് ചെയ്യാൻ പോവാം. ഓൺ ടു ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ലെറ്റ് y ബിലോങ്സ് ടു സെക്കൻഡ് സെറ്റായ എന്നില് സെക്കൻഡ് സെറ്റായ n എടുക്കുന്നു ആൻഡ് y ഈക്വൽ ടു f ഓഫ് എക്സ്. ഇതിൽ നമ്മൾ എക്സ് കണ്ടുപിടിച്ച് നോക്കുകയാണ്. ആ എക്സ് ഫസ്റ്റ് സെറ്റായ നാച്ചുറൽ നമ്പേഴ്സിൽ വരുന്നുണ്ടോ നോക്കാം. നമുക്ക് നോക്കാം. y ഈക്വൽ ടു f ഓഫ് എക്സ് അല്ലേ? f ഓഫ് എക്സിന് x4 എന്ന് കൊടുക്കുന്നു. നമുക്ക് എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? തിരിച്ചെഴുതാം. x² ഈക്വൽ ടു y. നമുക്ക് എക്സ് ആണ്, എക്സ് ഇസ് ഈക്വൽ ടു √y. ഏത് y നാച്ചുറൽ നമ്പേഴ്സ് ഏത് നാച്ചുറൽ നമ്പേഴ്സ് ആയ y എടുത്താലും അതിന്റെ റൂട്ട് നാച്ചുറൽ നമ്പർ ആണ്. ഈ എക്സ് നാച്ചുറൽ നമ്പറിൽ വരണം. ഏത് y എടുത്താലും √y നാച്ചുറൽ നമ്പർ ആണോ? ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. അപ്പൊ ഈ y is equal to 2, x is equal to √y, അതായത് √2 നോട്ട് ബിലോങ്സ് ടു n. കണ്ടോ? നാച്ചുറൽ നമ്പർ അല്ല. 2ന്റെ റൂട്ട് √2 നമുക്കറിയാം 1.41 സംതിങ് അങ്ങനെ. എന്തായാലും √2 നാച്ചുറൽ നമ്പർ അല്ല. 2 എടുത്താലും 3 എടുത്താലും 1 4 9 അങ്ങനെ കുറച്ച് നമ്പേഴ്സിന് മാത്രമേ ശരിയാവുള്ളൂ. 2 3 5 6 ഇത് ഏതെടുത്താലും എക്സ് ഒരിക്കലും നാച്ചുറൽ നമ്പർ അല്ല. അപ്പൊ നോട്ട് ബിലോങ്സ് ടു എന്ന് കിട്ടി. therefore f is not on to. എക്സ് ബിലോങ്സ് ടു എന്ന് കിട്ടണമായിരുന്നു. ഇതിപ്പോ ഓൺ ടു അല്ല. മനസ്സിലായോ? അപ്പം ഇവിടെ y ബിലോങ്സ് ടു y ഈക്വൽ ടു f ഓഫ് എക്സ് എടുത്ത് നമ്മൾ ചെയ്തപ്പോൾ എക്സ് √y കിട്ടി. ഏത് yക്കും √y നാച്ചുറൽ ആവണം. അത് ശരിയാവത്തില്ല. √2 എടുത്താൽ √y √2 കിട്ടും. അത് നാച്ചുറൽ നമ്പർ അല്ല. അതുകൊണ്ട് ഓൺ ടു അല്ല. ഈ ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ ടു അല്ല. ക്ലിയർ ആയോ? 1 1 ആണ്, ഓൺ ടു അല്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ. z2z n to n മാറ്റിയിട്ട് z2z എഴുതുക. z2z ഫംഗ്ഷൻ വേറെ വ്യത്യാസമൊന്നുമില്ല. n to n മാറി z2z. അപ്പം ശ്രദ്ധിക്കണം, നമ്മൾ ഇതുപോലെ തന്നെ എഴുതുവാണ്. f of x1 equal to f of x2 implies x1 square equal to x2 square. വേറെ മാറ്റമൊന്നുമില്ലല്ലോ, ഫംഗ്ഷന് മാറ്റമൊന്നുമില്ല. 1 1 ചെക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ റൂട്ട് നമ്മൾ രണ്ടിടത്തും റൂട്ട് എടുക്കുന്നു. √x1 square equal to √x2 square. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, റൂട്ട് എടുക്കുമ്പോൾ ഈ x1 x2 ഇൻറ്റിജേഴ്സ് ഐസഡിലുള്ള ഇൻറ്റിജേഴ്സിനകത്ത് പോസിറ്റീവ് വരുന്നുണ്ട്, നെഗറ്റീവ് വരുന്നുണ്ട്. നമുക്കവിടെ പോസിറ്റീവ് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. പോസിറ്റീവ് റൂട്ട് എടുക്കുമ്പോൾ പോസിറ്റീവും കൺസിഡർ ചെയ്യണം, നെഗറ്റീവും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒരിക്കലും ഇവിടുന്ന് x1 ഈക്വൽ ടു x2 നമുക്ക് എഴുതാൻ പറ്റില്ല. അതിന്റെ മോഡുലസേ എഴുതാൻ പറ്റുള്ളൂ. മോഡുലസ് x1 ഈക്വൽ ടു മോഡുലസ് x2 എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ മോഡുലസ് സെയിം ആണെന്ന് കരുതി x1 ഈക്വൽ ടു x2 നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലേ? ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. x1 നോട്ട് ഈക്വൽ ടു x2 ഒരു എക്സാമ്പിൾ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാതെ വേണേൽ ഈ രീതി ചെയ്താലും മതി. ലെറ്റ് x1 ഈക്വൽ ടു 2, x2 ഈക്വൽ ടു -2. ഇത് രണ്ടും ഇൻറ്റിജേഴ്സാ, ബിലോങ്സ് ടു z. രണ്ടും ഇൻറ്റിജേഴ്സാ. അപ്പം f ഓഫ് x1 എന്ന് പറയുന്നത് f ഓഫ് x1 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4 ആണ്. f ഓഫ് x2 എന്ന് പറയുന്നത് -2ന്റെ സ്ക്വയർ അതും 4 ആണ്. അപ്പം നോക്കുക, ഡിഫറെന്റ് എലമെന്റ്സ് ആയ 2നും -2നും സെയിം ഇമേജ് 4 വന്നു. ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജസ് ആണ് വരുന്നത്. ഇവിടെ ഡിഫറെന്റ് എലമെന്റ്സിന് ഫസ്റ്റ് സെറ്റിലെ ഡിഫറെന്റ് എലമെന്റ്സിന് സെക്കൻഡ് സെറ്റിലെ സെയിം ഇമേജ് കിട്ടി. അപ്പോൾ ഇത് 1 1 അല്ല. ഈ രീതിയിലും ചെയ്യാം. x1 നോട്ട് ഈക്വൽ ടു x2 എന്ന് എഴുതാൻ നമുക്ക് f ഈസ് നോട്ട് 1 1 എഴുതാം. f ഈസ് നോട്ട് 1 1. അല്ലെങ്കിൽ ഒരു എക്സാമ്പിളിൽ കൂടി കാണിച്ചാലും മതി. ശരിയാണെന്ന് തെളിയിക്കാൻ ജനറൽ ആയിട്ട് ചെയ്യണം, തെറ്റാണെന്ന് കാണിക്കാൻ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. x1 ഒരു 2 -2 കൊടുക്കാം, അല്ലെങ്കിൽ 3 -3 കൊടുക്കാം, 4 -4 കൊടുക്കാം. അപ്പോഴൊക്കെ അതിന്റെ സ്ക്വയർ സെയിം ഇമേജ് വന്നതുകൊണ്ട് ഇത് 1 1 അല്ല. അപ്പൊ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, എളുപ്പമുള്ള രീതി ചെയ്യാം. ഇനി ഓൺ ടു ആണോ ചെയ്യാനുണ്ട്? ഓൺ ടു ആണോ ചെയ്യാൻ വേണ്ടി ഇതുപോലെ തന്നെ y ബിലോങ്സ് ടു n മാറ്റി z ആക്കുക. ആൻഡ് y ഈക്വൽ ടു f ഓഫ് x. എന്നിട്ട് ഇതുപോലെ ചെയ്ത് വരും, ഇവിടെ വരെ കൊണ്ടുവരിക. ഇനി ഈ y ഈക്വൽ ടു √2 എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും z അല്ല, ഇൻറ്റിജർ അല്ല, നോട്ട് ബിലോങ്സ് ടു z. അപ്പൊ ഇവിടെ സെറ്റ് മാറിയാലും പ്രശ്നമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇസഡിന്റെ ഒരു y എടുത്തു, y ഈക്വൽ ടു f ഓഫ് x. അപ്പോൾ y ഈക്വൽ ടു x സ്ക്വയർ ഈ നമ്പർ ചെയ്ത അതേ പ്രൊസീജിയർ. ഇനി നോക്കാം, എല്ലാ ഇൻറ്റിജേഴ്സിനും റൂട്ട് എടുക്കുമ്പോൾ ഇൻറ്റിജർ ആണോ നോക്കിയാൽ മതി. അപ്പം ഒരു y2 കൊടുത്തു, √y എടുക്കുമ്പോൾ √2 കിട്ടും. √2 ഇൻറ്റിജർ അല്ല, അതുകൊണ്ട് ഇത് ഓൺ ടൂവും അല്ല. അപ്പോൾ 1 1 അല്ല, ഈ ഫംഗ്ഷൻ ഓൺ ടൂവും അല്ല. അപ്പോൾ ഒരേ ഫംഗ്ഷൻ
സെറ്റ് മാറുന്നതനുസരിച്ച് 1 1 ആകാം 1 2 ആകാം. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഫ്രം ആർ ടു ആർ, എഫ് ഫ്രം ആർ ടു ആർ by f of x equal to 7 minus 3x. f from r to r given by f of x equal to 7 minus 3x. അപ്പോൾ ഇത് 1 1 ആണോ 1 2 ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാ. ആദ്യം 1 1 നമുക്ക് ചെക്ക് ചെയ്യാം. f of x1 equal to f of x2 എടുക്കുക. x1 equal to x2 ആണോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് f of x1 equal to f of x2 ഇങ്ങനെ എടുക്കാം. That implies f of x എന്ന് വെച്ചാൽ 7 minus 3x അല്ലേ. അപ്പോൾ f of x1 എന്ന് പറയുമ്പോൾ x നെ മാറ്റി x1 ആക്കിയാൽ മതി. 7 minus 3x1 equal to f of x2 എന്ന് പറയുമ്പോൾ 7 minus 3x2 ഇങ്ങനെ എടുക്കാം. f of x1 equal to f of x2. നമുക്കിത് x1 x1 equal to x2 എന്നാണ് കിട്ടുമോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ x1 ഉം റൈറ്റ് സൈഡിൽ x2 ആക്കാം. ലെഫ്റ്റ് സൈഡിൽ x1 മാത്രം. അപ്പോൾ നമുക്ക് -3x1 ഇവിടെ കിടന്നോട്ടെ. -3x1 ഈക്വൽ ടു ഇവിടെ 7 minus 3x2 ഉണ്ട്. ഈ 7നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോവാം. 7 എന്ന് പറയുമ്പോൾ +7 ആണ്. അത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ +7 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -7 ആവും. കണ്ടോ? ഈ 7 അങ്ങ് വെട്ടിപ്പോക്കോളും. അപ്പോൾ -3x1 ഈക്വൽ ടു -3x2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം നിങ്ങൾ നമുക്ക് x1ന്റെ ടേം മാത്രം ഇവിടെ ഇട്ടുണ്ട്. 7നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പം +7 ആയിരുന്നു, റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -7 ആയി. നമ്പറിന് മുമ്പ് അതിൻ്റെ സൈഡ്. എന്നിട്ട് ഇനി നമുക്ക് ഇവിടെ നോക്കാം. -3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് ബൈ -3 രണ്ട് സൈഡും -3 വെച്ച് ഡിവൈഡ് ചെയ്യുക. -3x1 by -3 ഈക്വൽ ടു -3x2 by -3. -3 വെട്ടിപ്പോയി കഴിഞ്ഞാൽ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് f is 1 1 എന്ന് കിട്ടും. കണ്ടോ? സിമ്പിളാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. മിക്കവാറും ചോദിക്കാറുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ f of x1 ഈക്വൽ ടു f of x2 എന്ന് എടുത്തു. അത് നമ്മളിങ്ങനെ സോൾവ് ചെയ്തപ്പോൾ x1 ഈക്വൽ ടു x2 എന്ന് നമുക്ക് കിട്ടി. ഇപ്പോൾ 1 1 ആണ്. ഫംഗ്ഷൻ 1 1 ആണ്. ഇനി ഓൺ ടു ആണോ നോക്കാം. ഓൺ ടു ആണോ നോക്കാനുള്ള പ്രോസസ്സ് y ബിലോങ്സ് ടു സെക്കൻഡ് സെറ്റായ r ആൻഡ് y ഈക്വൽ ടു f of x ഇങ്ങനെ എടുക്കുക. നമ്മൾ x കണ്ടുപിടിക്കുക. ആ x ഫസ്റ്റ് സെറ്റായ r ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളൊരു റിയൽ നമ്പർ ഏതോ ഒരു റിയൽ നമ്പർ എടുത്തു. അത് f of x ആണെന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു f of x 7 minus 3x കൊടുക്കാം. ഇത് നമ്മൾ x കണ്ടുപിടിക്കാൻ പോലെ. അപ്പോൾ നമുക്ക് x-നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകാം. -3x അല്ലേ. ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ +3x വരും. y + 3x ഈക്വൽ ടു 7. അപ്പോൾ നമുക്ക് x കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് y-യെ നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് 3x ഇവിടെ ഇടാം. y-യെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ 7 minus y വരും. നമുക്ക് x കണ്ടുപിടിക്കേണ്ടത്. അപ്പം 3 into x അല്ലേ. അപ്പോൾ 3 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പ്രോഡക്റ്റ് ഡിവിഷൻ ആയിട്ട് മാറും. x = 7 minus y by 3. ഇത് ഫസ്റ്റ് സെറ്റായ r-ൽ ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ എടുത്തേക്കുന്ന ഈ y എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ്. y റിയൽ നമ്പറാണ്. 7 minus y-യും റിയൽ നമ്പറാണ്. by 3 എടുത്താലും റിയൽ നമ്പറാണ്. ഒരു റിയൽ നമ്പറിനെ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും പ്രോഡക്റ്റ് എടുത്താലും ഡിവിഷൻ എടുത്താലും ഒന്നും പ്രശ്നമില്ല. അതെല്ലാം റിയൽ നമ്പർ തന്നെയാണ്. റിയൽ നമ്പറിന് പ്രശ്നമൊന്നുമില്ല. റൂട്ട് എടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കാം. റൂട്ട് എടുത്താൽ നെഗറ്റീവ് വന്നാൽ റിയൽ അല്ല. റൂട്ടിന് മാത്രമേ പ്രോബ്ലം ഉള്ളൂ. വേറെ ഏത് ഓപ്പറേഷൻ ചെയ്താലും അത് റിയൽ നമ്പർ ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇവിടെ പ്രോബ്ലം ഒന്നുമില്ല. 7 y റിയൽ നമ്പർ ആയതുകൊണ്ട് 7 minus y റിയൽ നമ്പറാണ്. ഡിവൈഡഡ് ബൈ 3 എടുത്താലും ദിസ് ബിലോങ്സ് ടു r. ഇത് ഓൾവേസ് എ റിയൽ നമ്പർ. അപ്പം y ബിലോങ്സ് ടു r ആൻഡ് y ഈക്വൽ ടു f of x എടുത്തപ്പോൾ x ബിലോങ്സ് ടു r എന്ന് കിട്ടി. x ബിലോങ്സ് ടു r എന്ന് കിട്ടി. ഇതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കിട്ടേണ്ടത് x ബിലോങ്സ് ടു r എന്ന് കിട്ടി. therefore f is on to. അപ്പോൾ f is 1 1 എന്ന് ആദ്യം കിട്ടി. f is on to എന്ന് ഇപ്പോൾ കിട്ടി. അതുകൊണ്ട് f is ബൈജക്റ്റീവ്. ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് കിട്ടി. മനസ്സിലായോ? എളുപ്പമാണ്. ഇതാണ് ചെയ്താൽ ഇത് മിക്കവാറും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളത് ശരിക്കും ചെയ്ത് പഠിക്കുക. മനസ്സിലായല്ലോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. f from r to r തന്നെ f of x നമുക്ക് x minus 3 by x minus 2 എഴുതാം. x minus 3 by x minus 2 ഇതാണ് ഫംഗ്ഷൻ. f from r to r given by f of x equal to x minus 3 by x minus 2. ഓക്കെ. നമുക്ക് 1 1 ആണോ 1 2 ആണോ നോക്കാം. 1 1 ആണോ നോക്കാൻ വേണ്ടി f of x1 equal to f of x2 എന്ന് എടുത്തു. f of x1 equal to f of x2 എന്ന് എടുത്തു. ഇനി f of x1 f of x x minus 3 by x minus 2 അല്ലേ. f of x1 എന്ന് പറയുമ്പോൾ x ന് മാറ്റി x1 കൊടുത്താൽ മതി.
x1 minus 3 by x1 minus 2 equal to f of x2 എന്ന് പറയുമ്പോൾ x1 minus 3 by x1 minus 2. ഓക്കെ, നമുക്ക് ഇതിൽ x1 x2 സെയിം ആണോ നോക്കാം. അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 minus 3 into x1 minus 2 equal to തിരിച്ച് x1 minus 2 into ഇത് ഇവിടെ x2 അല്ലേ, ഇവിടെ x2 ആ. f of x2 എന്ന് പറയുമ്പോഴത്തേക്കും x2 minus 3 by x2 minus 2 ആ. അപ്പോൾ ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 minus 3 into x2 minus 2 into തിരിച്ച് ഇവിടെ x1 minus 2 into x2 minus 3. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നോക്കണം. എക്സ്പാൻഡ് ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. x1 വെച്ച് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാം. x1 into x2 x1 x2 x1 into minus 2 minus 2 x1. ഇനി മൈനസ് 3 വെച്ച് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാം. minus 3 into x2 minus 3 x2 minus 3 into minus 2 plus 6 equal to ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. x1 x2 x1 into minus 3 x1 minus 2 into x2 minus 2 x2 minus 2 into minus 3 plus 6 എല്ലാത്തിനും ഒരു സൈഡിൽ കൊണ്ടുവരാം. അപ്പം x1 x2 minus 2 x1 minus 3 x2 plus 6 ഇത് ഇപ്പുറം വരും മൈനസ് ആവും. മൈനസ് x1 x2 മൈനസ് ഇപ്പുറം വരും പ്ലസ് 3 x1 പ്ലസ് 2 x2 മൈനസ് 6 ഈക്വൽ ടു 0 വരും. ഇത് നോക്കാം, ഇതുണ്ട് x1 x2 വെട്ടിപ്പോക്കോളും കണ്ടോ. ഇനി പ്ലസ് 6 മൈനസ് 6 വെട്ടിപ്പോക്കോളും. പിന്നെ മിച്ചമുള്ളത് ഒരു മൈനസ് 2 x1 ഉണ്ട് പ്ലസ് 3 x1 ഉണ്ട്. മൈനസ് 2 x1ഉം പ്ലസ് 3 x1ഉം കൂടെ ഒരുമിച്ച് നമുക്ക് മൈനസ് 2 പ്ലസ് 3 പ്ലസ് x1 എന്ന് എഴുതാം x1. ഇനി മൈനസ് 3 x2ഉം പ്ലസ് 2 x2 മൈനസ് 3ഉം പ്ലസ് 2ഉം അപ്പം മൈനസ് x2 എന്ന് എഴുതാം ഈക്വൽ ടു 0. x2 നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. therefore f is 11. f 11 ആണെന്ന് കിട്ടി കണ്ടോ. f of x1 ഈക്വൽ ടു f of x2 എന്ന് എടുത്ത് സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. അതുകൊണ്ട് f is 11 എന്ന് കിട്ടി. ഈ ഫംഗ്ഷൻ 11 ആണ്. മനസ്സിലായല്ലോ. ഇനി ഓൺ ടു ആണോ നോക്കാം. ഓൺ ടു ആണോ നോക്കാനായിട്ട് നമ്മൾ ഈ പ്രോസസ്സ് തന്നെ y belongs to r and y equal to f of x കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ y equal to f of x അല്ലേ. അപ്പം y equal to x minus 3 by x minus 2. ഇതിൽ നമ്മൾ x ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ y into x minus 2 equal to x minus 3 എന്ന് കിട്ടും. y into x minus 2 equal to x minus 3. എക്സ്പാൻഡ് ചെയ്യാം. xy minus 2y equal to x minus 3. നമ്മൾക്ക് x അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിനെ എല്ലാത്തിനെയും കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. ഒരു സൈഡിലേക്ക് എക്സ് വരുന്നതെല്ലാം ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ xy ഇവിടെ കിടന്നോട്ടെ. ഇവിടെ x ഉണ്ടല്ലോ. മൈനസ് 2y-ക്കകത്ത് x ഇല്ല, നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകാം. പിന്നെ ഇവിടെ ഈക്വൽ ടു x കണ്ടോ, എക്സ് ലെഫ്റ്റിൽ കൊണ്ടുവരാം. ഈക്വൽ ടു x ലെഫ്റ്റിൽ വരുമ്പോൾ മൈനസ് എക്സ് വരും. വേറെ ഇത് രണ്ടുമാണ് x ഉള്ളത്, അത് രണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകും. ബാക്കിയുള്ളതിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. ഇവിടെ ഓൾറെഡി മൈനസ് 3 കിടപ്പുണ്ട്. മൈനസ് 2y റൈറ്റ് സൈഡിലേക്ക് പോവാം. പ്ലസ് 2y വരും. ഇങ്ങനെ വരും. ഇനി ഇവിടുത്തെ എക്സ് കോമൺ എടുക്കാം. എക്സ് കോമൺ എടുക്കുമ്പോൾ ഇവിടെ y ഉണ്ട്, മൈനസ് ഇവിടെ 1 ഉണ്ട്. ഈക്വൽ ടു നമുക്ക് പോസിറ്റീവ് ആദ്യം എഴുതാം. 2y മൈനസ് 3. പോസിറ്റീവ് 2y ആദ്യം എഴുതി മൈനസ് രണ്ടാം എഴുതി. നമുക്ക് എക്സ് അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പം എക്സ് ഇൻറ്റു y മൈനസ് 1 പ്രോഡക്റ്റാണ്. എക്സ് കാണുമ്പോൾ പ്രോഡക്റ്റ് ഡിവിഷൻ ആയിട്ട് കാണും. 2y മൈനസ് 3 ബൈ y മൈനസ് 1. 2y മൈനസ് 3 ബൈ y മൈനസ് 1. ഇനി നോക്കുക, y ഒരു റിയൽ നമ്പറാണ്. അപ്പം 2yയും റിയൽ നമ്പറാണ്. 2y മൈനസ് 3യും റിയൽ നമ്പറാണ്. y മൈനസ് 1 റിയൽ നമ്പറാണ്. ഡിവൈഡ് ചെയ്താലും റിയൽ നമ്പർ. അപ്പം മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എന്ത് വന്നാലും റിയൽ നമ്പർ അല്ലാതാവുന്നില്ല, റിയൽ നമ്പർ ആണ്. റൂട്ട് വരുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം ദിസ് ബിലോങ്സ് ടു ആർ. അപ്പം y ബിലോങ്സ് ടു ആർ ആൻഡ് y equal to f of x എടുത്ത് ചെയ്ത് വന്നപ്പോൾ കണ്ട x ബിലോങ്സ് ടു ആർ കിട്ടി. therefore f is on 2. അപ്പോൾ ആദ്യം നമുക്ക് 1 ആണെന്ന് കിട്ടി, ഇപ്പോൾ on 2 ആണെന്ന് കിട്ടി. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. ദിസ് ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? ചിലത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഫംഗ്ഷൻ്റെ കേസ് ഇത്രയേ ഉള്ളൂ. ആകെപ്പാടെ 1 ഫംഗ്ഷൻ, on 2 ഫംഗ്ഷൻ. ഇത് രണ്ടുകൂടെ വന്നാൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അത് പ്രോബ്ലത്തിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ശരിക്കും നിങ്ങൾ ചെയ്ത് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കി പോവുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. താങ്ക് യു.